മധുവിധു വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ്. ഷറഫുദ്ദീൻ, കല്യാണി പണിക്കർ, ജഗദീഷ് ഒക്കെയാണ് ഇതിൽ പ്രധാന വേഷങ്ങളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഫാമിലി റൊമാൻറ്റിക് കോമഡി ഡ്രാമ സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കുറെ കാലമായിട്ട് കല്യാണം കഴിക്കാനായി പെണ്ണ് കണ്ടു നടക്കുന്ന ഒരു മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ കഥാപാത്രമാണ് ഇതിലെ അമ്മു എന്ന അമൃതരാജ്. അപ്രതീക്ഷിതമായിട്ട് അയാളുടെ ലൈഫിലേക്ക് സ്നേഹ എന്നൊരു പെൺകുട്ടി കടന്നു വരുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് മധുവിധു എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരു ഓക്കെ ഫാമിലി ഡ്രാമ എന്ന് പറയാം. ഒരു ചെറിയ സംഭവമാണ്. പഴയ മേലെ പറമ്പിൽ ആൺവീട്, പിന്നെ 90കളിലെ തന്നെ ജയറാം ജഗദീഷിന്റെ ഒക്കെ ചില കോമഡി സിനിമകൾ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇഷ്ടം, ഇതുപോലെയൊക്കെയുള്ള സിനിമകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കഥയാണ്. വൻ സംഭവമൊന്നുമല്ല, അങ്ങനെ ബോറടിക്ക് തോന്നുന്നില്ല. ഇതില് ഒരു മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ആക്ച്വലി നമ്മൾ മലയാളികൾ പ്രോഗ്രസീവ് ആണ്, വലിയ ജാതി മതമൊന്നും നോക്കില്ലെന്നൊക്കെ പറഞ്ഞാലും ഈ പ്രണയം, വിവാഹം ഇതൊക്കെ വരുമ്പോഴേക്കും ജാതി മതമൊക്കെ തനി എങ്ങനെയെങ്കിലുമൊക്കെ വരും. ഇതില് പക്ഷെ ഈ ജാതി മതം അത് വലിയൊരു ഇഷ്യൂ ആണ് എന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടില്ല. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഭയങ്കര റിലാക്സ് ഫീല് ഇത് കാണുമ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ വേണം. പിന്നെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളൊക്കെ പടത്തിലുണ്ടായിരുന്നു. എന്റെ ലൈഫിലെ അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലെ ആൾക്കാരെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചില ക്യാരക്ടേഴ്സ്, സംഭവങ്ങൾ, ചില ജോലികളൊക്കെ. സോ ഫസ്റ്റ് ഹാഫ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്താണ് കണ്ട്. ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ രസമുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ സംഭവം ഉണ്ടാകുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സെക്കൻഡ് പ്രണയം ഒക്കെ അപ്പോൾ വരുന്നുണ്ട്. സോ സിമ്പിൾ ആണ്, എന്നാൽ വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സിനിമ എന്നൊരു ഫീൽ ആയിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴേക്കും കുറെ കാര്യങ്ങളൊക്കെ ഭയങ്കര ക്ലീഷേ ആയി പോയി എന്ന് പറയാം. ഒരു പ്രണയം മറ്റൊരു പ്രണയത്തിന് ഭീഷണിയാകുന്നു, കുടുംബ ഈഗോ പ്രശ്നങ്ങൾ എന്ന് മാത്രമല്ല, കുറെ കഴിഞ്ഞ് ഇതിൽ മധുവിധുക്കൾ ആയിപ്പോയെന്ന് പറയാം. കുറേയധികം പ്രണയം വന്ന് ചെകിടിച്ചു പോയ ഒരു അവസ്ഥ വരുന്നത് പോലെ തോന്നി. സ്റ്റിൽ ഒരു ഓക്കേഷ് എന്ന രീതിയിൽ പടം തീർന്നു. പെർഫോമൻസിൽ ഷറഫുദ്ദീൻ ആസ് യൂഷ്വൽ ഇതിലെ അമ്മു എന്ന അമൃതരാജ് എന്ന നായക കഥാപാത്രത്തെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു നായകനാണ് ഷറഫുദ്ദീൻ. സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു റോള് മാത്രമാണ്. പുള്ളി അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ പുള്ളിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. നായിക സ്നേഹ മാർക്കോസ് എന്ന കഥാപാത്രമായിട്ട് വരുന്നത് നടി ബിന്ദു പണിക്കരുടെ മകൾ കൂടിയായ കല്യാണി പണിക്കരാണ്. പുള്ളിക്കാരുടെ ആദ്യത്തെ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ആദ്യത്തെ സിനിമയാണ് എന്ന് തോന്നാത്ത വിധം നല്ല പെർഫോമൻസ് ആയിരുന്നു. സ്വന്തം വോയിസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ശബ്ദവും നല്ലതാണ്. ഇന്റർവെല്ലിന്റെ അടുത്ത് ഒരു ഇമോഷണൽ പോർഷനിൽ സംസാരിക്കുന്ന മാത്രം ഒരല്പം ഡൗൺ ആയതുപോലെ തോന്നി. പക്ഷെ പിന്നീടുള്ള ഇമോഷണൽ പോർഷൻസ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഷറഫുദ്ദീന്റെ അച്ഛനായിട്ട് ജഗദീഷ് ആണ് വരുന്നത്. നൈസ് ആൻഡ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ കഥാപാത്രത്തെ കണ്ടപ്പോൾ പഴയ ഒരു ദിലീപ് സിനിമയിലെ അച്ഛനെ മകനെയൊക്കെ എനിക്ക് ഓർമ്മ വന്നു. കൊച്ചച്ഛൻ അംബരീഷ് ആയിട്ട് വരുന്നത് അസീസ് നെടുമങ്ങാടാണ്. പുള്ളിയും കൊള്ളാമായിരുന്നു. കല്യാണിയുടെ അച്ഛൻ മാർക്കോസ് എന്ന കഥാപാത്രമായിട്ട് വരുന്ന സായികുമാർ നൈസ് ആണ്. പിന്നെ നാൻസി എന്ന റോളിൽ വന്ന പഴയ നടി ശ്രീജയും പെർഫെക്റ്റ് കാസ്റ്റ് ആയിട്ട് തോന്നി. ഷറഫുദ്ദീന്റെ അനിയനായിട്ട് അഭിനയിച്ച അമൽ ജോസ് ആന്റണിയുടെ പേരും എടുത്തു തന്നെ പറയണം. പിന്നെ സഞ്ജു മധു, ബിന്ദു പണിക്കർ, കൗമുദി, അനുശ്രയ രാജൻ, ലഗ്ജിത്ത്, വിനീത് തട്ടിൽ തുടങ്ങിയവരും പടത്തിലുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ബിബിൻ മോഹനൻ, ജയ് വിഷ്ണു എന്നിവർ ചേർന്നാണ് ഇതിന്റെ തിരക്കഥാ സംഭാഷണമൊക്കെ രചിച്ചിട്ടുള്ളത്. അതുപോലെ വിശ്വജിത്ത് ഒടുക്കത്തിലാണ് ഇതിന്റെ ക്യാമറ. ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ആണ് ഇതിന്റെ എഡിറ്റർ. ക്യാമറ എഡിറ്റിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. ഹിഷാം അബ്ദുൽ വഹാബ് ആണ് ഇതിന്റെ മ്യൂസിക്. എനിക്കെന്തോ സാധാരണ ഹിഷാമിന്റെ പാട്ടുകളുടെ അത്രയും ഒരു വൈബ് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു പക്ഷേ കുറെ തവണ കേട്ട് കഴിയുമ്പോഴത്തേക്കിനും ശ്രദ്ധിക്കപ്പെടുമായിരിക്കും. പിന്നെ നെഗറ്റീവ്സ് പറഞ്ഞാൽ അങ്ങനെ വലിയ പുതുമയൊന്നും ഇല്ലാത്ത ഒരു കഥയാണ് എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് ആദ്യം പറയാനുള്ളത്. നമ്മൾ 90s-ലും 2000-ന്റെ തുടക്കങ്ങളിലുമൊക്കെ ഒരുപാട് ഇതുപോലുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു കാലത്തെ എല്ലാ പടങ്ങളുടെയും ലാസ്റ്റ് സീനെ എല്ലാം കഴിഞ്ഞ് കോംപ്രമൈസ് ആക്കി കഴിയുമ്പോഴേക്കും ഒരാൾ വന്ന് എന്തെങ്കിലും കോമഡി പറയും, അപ്പോൾ ഒരു ചിരി, എന്നിട്ട് എ ഫിലിം ബൈ എന്ന് എഴുതി കാണിക്കുകയല്ലേ. ആ ഒരു കൈൻഡ് ഓഫ് സിനിമയാണ്. സോ ആ ഒരു പഴയ കാലത്തിലേക്ക് പോയ ഒരു നൊസ്റ്റാൾജിയാണെന്ന് പറയാം. പക്ഷെ അതിനർത്ഥം കഥ അത്ര ഫ്രഷ് അല്ല എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലൊക്കെ പലയിടങ്ങളിലും പടം ക്രിഞ്ചിന്റെ വക്ക് വരെ എത്തി എന്ന് പറയാം. പക്ഷെ അവിടെ നിന്ന് ജസ്റ്റ് എസ്കേപ്പ് ആയി മാറുകയായിരുന്നു. സോ മൊത്തത്തിൽ ഒരു ഓക്കേഷ് പടമാണ്. ബോറടിപ്പിക്കത്തൊന്നും ഇല്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഫാമിലി ഓഡിയൻസിന് വർക്കാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ സംഭവം ഒന്നും പ്രതീക്ഷിച്ചത് കാണരുത്. ഭയങ്കര പുതുമയുള്ള കഥയൊന്നുമല്ല. ഒരു സാധാരണ ഫാമിലി റോം കോം എന്ന് പറയാം. ഇനി ഇതൊരു തിയേറ്റർ മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തുമില്ല. സോ പടം ഇപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററുകളിൽ കാണാം. 2 മണിക്കൂർ 5 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.